ഞാൻ ഡോക്ടർ ശ്രേയ, കുറ്റിപ്പുറം ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിലുണ്ടാകുന്ന മഴക്കാല രോഗങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം, കുട്ടികൾക്ക് ഏറ്റവും അധികം അസുഖങ്ങൾ വരുന്ന ഒരു സമയമാണ് മഴക്കാലം. പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. പനി, ജലദോഷം, മൂക്കൊലിപ്പ്, ശ്വാസമുട്ടലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അതുകൂടാതെ വെള്ളത്തിൽ നിന്ന് പകർന്നു കിട്ടുന്ന വയറിളക്കം, മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങളും വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ചെറിയ വയറിളക്കമൊക്കെ ആണെങ്കിൽ കുട്ടികളെ നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ധാരാളം വെള്ളം കുടിപ്പിക്കുക, പ്രത്യേകിച്ച് ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കും വെള്ളം, ORS പോലത്തെ ലായനിയൊക്കെ കൊടുത്ത് നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാം. പക്ഷേ അമിതമായ വയറിളക്കം മൂലം നല്ല ക്ഷീണം, മൂത്രം പോകുന്നില്ല, ചെറിയ കുട്ടികളാണെങ്കിൽ നെറുകയുടെ അവിടെ കുഴിഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അത്തരം കുട്ടികൾക്ക് IV ഫ്ലൂയിഡ്സിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. പിന്നെ വയറ്റിൽ നിന്ന് പോകുന്നതിൽ രക്തമയമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അടുത്തുള്ള പീഡിയാട്രീഷ്യനെ കാണിക്കണം. അങ്ങനത്തെ വയറിളക്കത്തിന് ആന്റിബയോട്ടിക്സ് നിർബന്ധമായും കൊടുക്കേണ്ടതുണ്ട്. ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ: കുട്ടികൾക്ക് കൊടുക്കുന്ന വെള്ളവും ഭക്ഷണവും നന്നായി ശ്രദ്ധിക്കുക. നന്നായി തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക. പച്ചവെള്ളം കുടിക്കാൻ യാതൊരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കരുത്. നന്നായി പാകം ചെയ്ത ഭക്ഷണം പറ്റുമെങ്കിൽ ചെറു ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ വയറിളക്കം നമുക്ക് തടയാൻ പറ്റും. നല്ല ഹാൻഡ് ഹൈജീൻ അവരെ ശീലിപ്പിക്കണം. കാരണം ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് ഹൈജീൻ ഇല്ലേ മറ്റു കുട്ടികൾക്കും അത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മഴക്കാലത്ത് വളരെ സാധാരണമായി കാണുന്ന ഒന്നാണ് ഈഡിസ് ഈജിപ്തി പോലത്തെ കൊതുകുകൾ പരത്തുന്ന ഡെങ്കിപ്പനികൾ. ഈഡിസ് ഈജിപ്തി നമുക്കറിയാം, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ബ്രീഡ് ചെയ്യുന്നത്. ഇത്തരം കൊതുകുകൾ കടിച്ചാൽ ഡെങ്കിപ്പനികൾ ഉണ്ടാവും. തുടക്കത്തിൽ കുട്ടികൾക്ക് പനി, ക്ഷീണം, കണ്ണിന് പുറകിലോട്ടുള്ള വേദനയൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. 2 ദിവസത്തിനുള്ള മേലെയുള്ള പനി ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ പരിശോധിച്ചിട്ട് രക്തപരിശോധന എന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യേണ്ടിയും വരും. ചുരുക്കം കുട്ടികൾക്ക് അത് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവും. അപ്പോൾ ഇത്തരം പനികൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിച്ചു വിടുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഡ്രൈ ഡേ ആചരിക്കാം. പിന്നെ ഉള്ളത് കുട്ടികളിൽ ഉണ്ടാകുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്. അതും മഴക്കാലത്ത് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിൽ ഇടിയിക്കുന്ന ഡ്രസ്സുകളെല്ലാം നന്നായി അലക്കുക. കഴിയുമെങ്കിൽ ചൂടുവെള്ളത്തിൽ അലക്കുക, നന്നായി ഉണക്കിയെടുക്കുക. നല്ല മഴയുണ്ടെങ്കിൽ നമുക്കതൊരു അയൺ ബോക്സ് വെച്ച് നന്നായി ഉണക്കിയതിന് ശേഷം മാത്രം ഇടിയിക്കുക. അപ്പം ഒരു പരിധിവരെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് തടയാൻ പറ്റും. ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നാൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയും വേണം. അതിനുവേണ്ടി നിങ്ങളൊരു ഡോക്ടറെ എന്തായാലും കാണേണ്ടി വരും. പിന്നെ ഉള്ളത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികൾ കളിച്ചിട്ട് കാലിൻ്റെ നഖക്കെട്ടുകളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, പരോണിക്ക എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അതും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ പുറത്തുനിന്ന് കളിച്ചിട്ട് വന്നാൽ നിർബന്ധമായും കാല് സോപ്പിട്ട് കഴുകാൻ വേണ്ടി നമ്മൾ ശീലിപ്പിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കുട്ടികളിലുണ്ടാകുന്ന മഴക്കാല രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റും.